പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നടത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 മെയ് മാസം 2-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നീ കരഞ്ഞു തീരുമെന്ന് പറഞ്ഞെടുത്ത് വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുവാൻ പോകും. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് 34-ാം സങ്കീർത്തനം അതിന്റെ 15-ാമത്തെ വാക്യം. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കും. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ എന്നോട് ദൈവം ഇടപെട്ടത്, നീ കരഞ്ഞു തീരുമെന്ന് പറഞ്ഞ സ്ഥലത്ത് നീ ഇതുവരെയും കാണാത്ത വലിയ ദൈവപ്രവർത്തികൾ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. വായിച്ചു കേട്ട വാക്യം, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്നെ ശ്രദ്ധിക്കാമെങ്കിൽ ഈ പകൽ കർത്താവിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാണ്. കർത്താവിന്റെ കണ്ണുകൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. 430 വർഷം ഇസ്രായേൽ മക്കൾ അടിമത്വത്തിൽ നിൽക്കുമ്പോൾ, മിസ്രയീമിന്റെ കീഴിൽ കഷ്ടപ്പെടുമ്പോൾ അവരുടെ കണ്ണുനീരിൽ അവരുടെ കഷ്ടതയിൽ മനസ്സലിഞ്ഞൊരു ദൈവമുണ്ട്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇനി വഴിയില്ല, ഇനി മുമ്പോട്ട് എങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ട് കരഞ്ഞു നിലവിളിക്കുന്ന നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടി നീ കരഞ്ഞുകൊണ്ടിരുന്ന സ്ഥലത്ത് തന്നെ ഒരു വലിയ ഉറവ തുറക്കാൻ പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ശ്രദ്ധിക്കുമെങ്കിൽ, ഇതാ ഇശ്മായേലിന്റെ മരണം കാണാൻ വയ്യാതെ ഹാഗാർ കരയുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 21-ന്റെ 16-17 വാക്യങ്ങൾ. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്ന് കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. 17-ാമത്തെ വാക്യം. ദൈവം ബാലന്റെ നിലവിളി കേട്ട് ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ചു. അവളോട്, ഹാഗാറെ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട, ബാലൻ ഇരിക്കുന്നിടത്ത് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളും തിരിച്ചറിയണം, ഇതാ ഹാഗാറിന്റെ നിലവിളിയുടെ ഭാഗമാണിത്. ഇശ്മായേലിന്റെ മരണം കാണാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അമ്പിൻപാട് ദൂരത്ത് നിന്നിരുന്ന് അവൾ ഉറക്കെ നിലവിളിക്കുകയാണ്. ആ നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബാലന്റെ നിലവിളി സ്വർഗത്തിലെത്തിയതോടെ ദൂതൻ ഇറങ്ങി ഹാഗാറിനോട് പറയണം, ഹാഗാറെ, നിനക്കെന്ത്? ബാലന്റെ നിലവിളി കേട്ട ഒരു സ്വർഗമുണ്ട്. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് തന്നെ 19-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ, അവളുടെ കണ്ണു തുറന്നു. എന്തിനു വേണ്ടിയാണ് അവൾ കരഞ്ഞത്? ആ വിഷയത്തിനകത്ത് അവളുടെ കണ്ണു തുറന്ന് ആ മരുഭൂമിയിൽ ഒരു ഉറവ തുറക്കുന്നത് കാണാൻ കഴിയും. നിങ്ങൾ ഈ പ്രഭാതത്തിൽ ദൈവത്തോടാണ് നിലവിളിക്കുന്നതെങ്കിൽ, ദൈവത്തോടാണ് നിങ്ങളുടെ വിഷയങ്ങൾ പറയുന്നെങ്കിൽ, നിങ്ങളുടെ തകരുമെന്ന് പറഞ്ഞ അതേ സ്ഥലത്ത്
നിങ്ങൾ തീരുമെന്ന് പറഞ്ഞ അതേ സ്ഥലത്ത് എൻ്റെ ദൈവം പുതിയതൊന്ന് ചെയ്യാൻ പോവുകയാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ ഈ വചനത്തെ സ്വീകരിക്കണം. അറിയുക, ഹാഗാറിൻ്റെ കണ്ണു തുറന്നു. ദൈവം ബെർശേബ മരുഭൂമിയിൽ ഉറവ തുറക്കണം. 19-ാമത്തെ വാക്യത്തിൽ എന്നെ ശ്രദ്ധിക്കാമെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. അവളെ കണ്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു. 14-ാമത്തെ വാക്യം. ബാല്യക്കാര എഴുന്നേൽക്കുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. 15-ാമത്തെ വാക്യം. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. പ്രിയരെ, ഈ വായിച്ചു കേട്ട വാക്യം നിങ്ങൾക്കും എനിക്കും വളരെ അറിയാവുന്നതാണ്. 9-ലെ വിധവയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗമാണ്. ഇതാ അവൾ തൻ്റെ മകന്റെ മരണത്തിൽ വേദനപ്പെട്ടുകൊണ്ട് ഇനി ആരും തൻ്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ യേശു അവളെ കണ്ട് മനസ്സലിഞ്ഞു. യേശു അവളോട് പറയാം, നീ കരയണ്ട. അവൾ കരഞ്ഞ് തകർന്ന സ്ഥലത്ത് ലോകത്താർക്കും അവളെ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ കർത്താവ് അവളുടെ കണ്ണുനീരിനെ തുടച്ചുകൊണ്ട് ആ കരഞ്ഞ സ്ഥലത്ത് തന്നെ ആ മകനെ മടക്കി കൊടുക്കുന്നു. അല്ലെങ്കിൽ ആ കരഞ്ഞ തകർന്ന സ്ഥലത്ത് തന്നെ അവളുടെ വിലാപത്തിനെ നൃത്തമാക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രഭാതം നിങ്ങളുടെ വിലാപം നൃത്തമാകുന്ന സമയമാണ്. എൻ്റെ ദൈവം അവൾക്ക് നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി കൊടുക്കുകയാണ്. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നെല്ലാം കേൾക്കുന്ന ചിലവർ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിനകത്ത് ദൈവം പുതിയത് ചിലത് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ വിശ്വാസ ജീവിതം ഇന്ന് വർദ്ധിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ കർത്താവുമായുള്ള ബന്ധം വർദ്ധിക്കണം. ഒരു ഭാഗം കൂടെ നമ്മൾ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം. ഹല്ലേലൂയ. ശ്രദ്ധിക്കാമെങ്കിൽ ഹിസ്കിയാ രാജാവ് മരിച്ചു പോകുമെന്ന് ഉറപ്പുവരുത്തുകയാണ്. പ്രവാചകനായ യെശയ്യാവ് വന്ന് ഹിസ്കിയാവിനോട് പറയാം, നീ മരിച്ചു പോകും നിശ്ചയം, നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തണം. പക്ഷേ താനിതാ തൻ്റെ മുഖം ചുവരിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തോട് കരയുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മുമ്പാകെ നടന്നത് ഒന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഹിസ്കിയാവ് കരയുമ്പോൾ പ്രവാചകനോട് ഇടപെട്ട ദൈവം വീണ്ടും ഇടപെടുകയാണ്. ഹിസ്കിയാവിന്റെ കണ്ണുനീരിൽ 15 വർഷം സൗഖ്യത്തോടെ ഹിസ്കിയാവ് ജീവിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തീരുമെന്ന് ഉറപ്പുവരുത്തിയ സ്ഥലത്ത് ഇന്ന് എൻ്റെ കർത്താവ് ഒരു മറുപടി പറയാൻ പോവുകയാണ്. ആർക്കും പറയാൻ പറ്റാത്ത മേഖലകളിൽ, ആർക്കും ചെയ്യാൻ പറ്റാത്ത മേഖലയിൽ എൻ്റെ ദൈവം മറുപടി പറയാൻ പോകും. ഒന്നുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ഒരു ഭാഗം കൂടെ ഒന്ന് തൊടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 11-ാമത്തെ വാക്യം. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. 12-ാമത്തെ വാക്യം. യേശുവിന്റെ ശരീരം കിടക്കുന്ന ഇടത്ത് വെള്ള വസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. വായിച്ചു കേട്ട വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. മറിയ തന്റെ പ്രാണപ്രിയന്റെ വേർപാടിൽ ആ കല്ലറയ്ക്കൽ മുമ്പിൽ നിന്ന് കരയുക. ആരും കരയാത്തതുപോലെ അവൾ കരയുന്നു. ശിഷ്യന്മാരെല്ലാം അകലം പ്രാപിക്കുമ്പോൾ, ആരെയും കാണാതെ നിൽക്കുമ്പോൾ അവൾ ഒറ്റയ്ക്ക് ആ കല്ലറയുടെ മുമ്പിൽ കരയുക. വേർപാടിന്റെ ദുഃഖം ഭയങ്കര വലുതാണ്. ഈ പ്രഭാതത്തിൽ ചിലവർ വേർപാടിന്റെ ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്. ഇനി ആരും സഹായിക്കാനില്ലെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ മറിയ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾ ആ കല്ലറയിലേക്ക് മുന്നിൽ നോക്കുമ്പോൾ ഇതുവരെയും കാണാത്തൊരു കാഴ്ച അവൾ കാണുന്നു. അവൾക്ക് മറുപടിയായി 2 ദൂതന്മാർ ആ കല്ലറയ്ക്കകത്ത് നിൽക്കുന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഒരു സൂപ്പർ നാച്ചുറൽ കാണാൻ പോവുകയാണ്. നീ കരഞ്ഞു തീരുമെന്ന് ലോകം പറഞ്ഞെടുത്ത പുതിയ അത്ഭുതങ്ങളെ എൻ്റെ ദൈവം ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം പ്രിയരെ. ഈ പ്രഭാതം അത്ഭുതമാകട്ടെ. എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകും. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ പ്രഭാതം തകർന്നു തീരുമെന്ന് പറഞ്ഞവർ അത്ഭുതങ്ങളെ കാണുന്ന പ്രഭാതമാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇവരെ ഏൽപ്പിക്കുന്നു. അത്ഭുതം നടന്നതിനായി നന്ദി. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളിലേക്ക് കൊണ്ടുവന്ന് പാസ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കാരണം ഈ വചനങ്ങൾ ചിലവരെ മോചിപ്പിക്കും, ചിലവരെ കണ്ണുനീര് തുടയ്ക്കും. ഹല്ലേലൂയ. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നേരിട്ട് കാണാം, പ്രാർത്ഥിക്കാൻ കഴിയും. നിങ്ങളും ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.